ഗൂഗിളിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗൂഗിൾ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലാണെന്ന് മനസ്സിലാക്കുന്നു. പത്തനംതിട്ടയിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും പലയിടത്തും വെള്ളക്കെട്ട് തുടരുകയാണെന്നറിയാം. ഈ മഴ തുടങ്ങിയതിന് ശേഷം ഏറ്റവും അധികം ബാധിച്ച ഒരു ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. അതിൽ തന്നെ റാന്നി നഗരമാണ് ഏറ്റവും കൂടുതൽ മഴ ബാധിത നഗരം എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? അവിടെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പറയൂ ഗൂഗിൾ. അതിന് നമ്മളിപ്പോൾ ആറന്മുളയിലാണുള്ളത്. ആറന്മുള ചെങ്ങന്നൂർ റോഡാണ്, ഇത് പ്രധാന പാതയാണ്. ആ പാതയിലാണ് ഈ രീതിയിൽ വെള്ളം കയറിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്നത്, അതായത് കൊല്ലത്ത് നിന്നും കേരളത്തിൻ്റെ സ്വന്തം സേന, അതായത് മത്സ്യബന്ധന തൊഴിലാളികളുടെ ആ സേന ആറന്മുളയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. അവരുടെ മത്സ്യബന്ധന നൗകകൾ അല്ലെങ്കിൽ ബോട്ടുകൾ എത്തിച്ചുകൊണ്ട് ആറന്മുളയിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. നിലവിൽ ആറന്മുളയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കൊല്ലത്ത് തങ്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള മത്സ്യബന്ധന ബോട്ടുകളാണ്. 16ഓളം ബോട്ടുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അവരുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആറന്മുളയിൽ നിന്നുള്ള ആദ്യത്തെ ബോട്ടാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്, പ്രായമായ കുറച്ച് ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആദ്യത്തെ ബോട്ട് അങ്ങോട്ട് പോയിരിക്കുന്നത്. അവരോടൊപ്പം ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളും പോയിട്ടുണ്ട്. ആ പ്രദേശത്തെ പറ്റി അറിയാവുന്ന ആളുകളും അവരോടൊപ്പം തന്നെ ആ ബോട്ടിൽ കയറി പോയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ അവരുടെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായിട്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ മന്ത്രി PC വിഷ്ണുനാഥ് തന്നെ പറഞ്ഞിരുന്നു കൊല്ലത്ത് നിന്നും 16 ബോട്ടുകൾ എത്തിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന്. എന്തായാലും ആ വലിയ ലോറികളിൽ 16 ബോട്ടുകൾ ആറന്മുളയിൽ എത്തിച്ചിട്ടുണ്ട്. ആറന്മുളയുടെ വിവിധ ഭാഗങ്ങളിലേക്കായിട്ട് ആ ബോട്ടുകളിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ജലനിരപ്പ് ആറന്മുളയിൽ താഴുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നാം രാവിലെ ഇവിടെ നിന്ന് ലൈവ് നൽകുമ്പോൾ ഇത്രത്തോളം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അത് ജലനിരപ്പ് ഇപ്പോൾ അരക്കെട്ടോളം വെള്ളം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പമ്പാ നദിയിൽ നിന്ന് കരകവിയുന്ന വെള്ളമാണ് ഈ രീതിയിൽ ആറന്മുളയെ മുക്കിയിരിക്കുന്നത്. മൂഴിയാർ ഡാം രാവിലെ തുറന്നിട്ടുണ്ടായിരുന്നു. ഡാമിൻ്റെ ഒരു ഷട്ടർ 15 സെൻറ്റിമീറ്ററാണ് രാവിലെ തുറക്കുകയുണ്ടായത്. അതുമൂലം പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുമെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കക്കാട്ടാറും അതോടൊപ്പം തന്നെ പമ്പയാറിലുമായിരിക്കും മൂഴിയാർ ഡാമിലെ വെള്ളം എത്തിച്ചേരുക. എന്തായാലും ആ വെള്ളം എത്തിച്ചേരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജലനിരപ്പ് ഉയരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ രാവിലെ മുഴുവൻ മഴ ഇതുവരെ മാറി നിന്നിട്ട് പോലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ നിരപ്പ് കൂടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അനുഭവപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പരമാവധി ആളുകളെ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ മാറ്റിപ്പാർപ്പിക്കാനായിട്ട് നേരത്തെ തന്നെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ആളുകൾ പലരും പലയിടങ്ങളിലുമുണ്ട്, ഉൾപ്രദേശങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബോട്ടുകളൊക്കെ ഇപ്പോൾ പോയിരിക്കുന്നത്. അതുകൂടാതെ NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സേനാംഗങ്ങൾ അവരുടെ ബോട്ടുകളിലൊക്കെ ആയിട്ട് രക്ഷാപ്രവർത്തനം രാവിലെ മുതൽ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പല ആൾക്കാരും വീട് വിട്ട് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം, ഒരു പരാതി ഈ സുരക്ഷാ സേനകളുടെ ഭാഗത്തു നിന്നുണ്ട്. അവർ പോയി വിളിച്ചിട്ട് പോലും തങ്ങൾ വരുന്നില്ല, 2ാം നിലയിലാണ്, ഞങ്ങൾ സുരക്ഷിതരാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ മടക്കി വിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അവരെയൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനായിട്ട് ജനപ്രതിനിധികളടക്കം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സംഭവത്തിൻ്റെ ഗൗരവം അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളൊരു ഉത്തരവാദിത്വം അത് ജനപ്രതിനിധികൾക്ക് നൽകിയിട്ടുണ്ട്. അവരത് കൃത്യമായിട്ട് അവരിലേക്ക് ആശയവിനിമയമായിട്ട് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ 2ാം നിലയിലൊക്കെ തുടർന്നിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ തുടർന്നിരുന്ന ആൾക്കാർക്കൊക്കെ അവിടെ വൈദ്യുതി പോയി, പിന്നീട് ഭക്ഷണം തീർന്നു, വെള്ളം തീരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ രാത്രിയാകുമ്പോൾ അവർ സുരക്ഷാ സേന അംഗങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെ കൂടെ രക്ഷിക്കണം, കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഫയർഫോഴ്സ് അധികൃതരടക്കം ചൂണ്ടിക്കാട്ടിക്കുന്നു. എന്തായാലും അങ്ങനെയുള്ള ആളുകളൊക്കെ സ്വയമേവ മനസ്സ് കാണിച്ചുകൊണ്ട് ആ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുവാൻ വേണ്ടിയിട്ട് തയ്യാറാകണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ജനപ്രതിനിധികളുടെ അടക്കം ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആറന്മുള ഭാഗത്തിന് സമാനമായി തന്നെ റാന്നി പ്രദേശത്തും വെള്ളക്കെട്ട് ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ്. റാന്നിയിൽ ഇന്നലെ പൂർണ്ണമായിട്ടും വെള്ളം ഇറങ്ങി തുടങ്ങിയതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇന്നലെ രാത്രിയിലത്തെ മഴയും ഒപ്പം ഇന്ന് രാവിലത്തെ സാഹചര്യവും കൂടെ കണക്കാക്കിക്കൊണ്ട് റാന്നിയിലും പല ഭാഗങ്ങളിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇട്ടിയപ്പാറ പോലെയുള്ള പ്രധാനപ്പെട്ട ടൗൺ പ്രദേശങ്ങളിലൊക്കെയാണ് റാന്നിയിൽ വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും റാന്നിയിലും രക്ഷാപ്രവർത്തനം കൃത്യമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 1000-ലധികം ആളുകൾ ക്യാമ്പുകളിലേക്ക് ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉൾപ്പെടെ
ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മഴ ഇതുവരെ മാറി നിൽക്കുകയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിലത്തെ സാഹചര്യം പോലെ ഇരിക്കും നാളത്തെ കാര്യം. കാരണം ഇന്നലെ പകൽ മുഴുവൻ മഴ മാറി നിന്ന് ഇന്നലെ രാത്രിയിലാണ് കുത്തിയൊലിച്ച് വീണ്ടും മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് രാവിലത്തെ വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടത്. എന്തായാലും മൂഴിയാർ ഡാം കൂടി തുറന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജലനിരപ്പ് വരുന്ന മണിക്കൂറുകളിൽ ഉയരാനുള്ള സാധ്യത കൂടിയുണ്ട്. എങ്കിൽ പോലും വളരെ ഗുരുതരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമെന്ന് പറയാനില്ല. പരമാവധി ആളുകളെ മാറ്റാനായിട്ട് സാധിച്ചിട്ടുള്ളത് ആശ്വാസകരം തന്നെയാണ്. ഇനിയും ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൊല്ലത്ത് നിന്നടക്കം മത്സ്യബന്ധന തൊഴിലാളികളടക്കം എത്തിക്കൊണ്ട് വളരെ വിപുലമായിട്ടുള്ള സുരക്ഷാ നടപടികളും രക്ഷപ്പെടുത്തൽ കർമ്മങ്ങളും ഒക്കെ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആതിര.